കേരളത്തെ ഞെട്ടിച്ച കൊലപാതക പരമ്പരയുടെ ചുരുളഴിയുമ്പോൾ 75 ലക്ഷം രൂപയുടെ ബാധ്യതയുടെ പേരിലാണ് താൻ കൂട്ടക്കുരുതി നടത്തിയതെന്ന് പ്രതി അഫാന്റെ മൊഴി. 23-കാരൻ 2 മണിക്കൂറിനുള്ളിൽ വ്യത്യസ്ത ഇടങ്ങളിലേക്ക് സഞ്ചരിച്ചാണ് 5 പേരെ വെട്ടിക്കൊന്നത്. ശേഷം വിഷം കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പ്രതിയെ ഇപ്പോൾ മെഡിക്കൽ കോളേജിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. കാഷ്വാലിറ്റിയിൽ കഴിയുന്ന ഇയാളുടെ നില ഗുരുതരമല്ലെന്നാണ് പുറത്തുവരുന്ന വിവരം. ആദ്യം പാങ്ങോട്ടുള്ള വീട്ടിലെത്തി മുത്തശ്ശി സൽമ ബീവിയെ വെട്ടിക്കൊന്നു. ഇദ്ദേഹത്തിന്റെ വീട്ടിലെത്തി വല്യച്ഛൻ ലത്തീഫ്, ഭാര്യ ഷാഹിദ എന്നിവരെ കൊന്നു. ഒടുവിൽ സ്വന്തം വീട്ടിലെത്തി 9ാം ക്ലാസ്സുകാരനായ അനിയനെയും കാമുകിയെയും അമ്മയെയും വെട്ടി. വെട്ടേറ്റ അനിയനും കാമുകിയും തൽക്ഷണം മരിച്ചു. 2 മണിക്കൂറിനുള്ളിൽ 3 വീടുകളിലെത്തിയാണ് പ്രതി 5 പേരെ വെട്ടിക്കൊന്നത്. കൊലയ്ക്ക് ശേഷം വെഞ്ഞാറമൂട് സ്റ്റേഷനിലേക്ക് അഫാൻ എത്തിയത് വളരെ കൂളായിട്ടാണെന്നാണ് നാട്ടുകാരനും. ബൈക്കിലാണ് പ്രതി എത്തിയത്. ചാവിയും കറക്കി മച്ചാനെ എന്ന് വിളിച്ച് വന്നു. ഒരൊപ്പിട്ട് ഇറങ്ങി വരാമെന്ന് പറഞ്ഞാണ് സ്റ്റേഷനിലോട്ട് പോയത്. ആൾ കൂളായിരുന്നു. പിന്നെയാണ് അറിയുന്നത് അവൻ 5 പേരെ കൊന്നെന്ന് നാട്ടുകാരൻ പറഞ്ഞു. പെൺസുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നതായി നാട്ടുകാർക്ക് വിവരമൊന്നും അറിയില്ല. അഫാൻ കുറെ നാൾ വിദേശത്തായിരുന്നു എന്നറിയാം. അമ്മ അർബുദ ബാധിതയാണെന്നും നാട്ടുകാർ പറഞ്ഞു. കൊലയ്ക്ക് ശേഷം സ്വന്തം വീട്ടിലെ ഗ്യാസ് തുറന്നുവിട്ട് തുണികളും മറ്റും കത്തിക്കാനും പ്രതി ശ്രമം നടത്തി. ഇത് പരാജയപ്പെട്ടതോടെ വിഷം കഴിച്ചു. ശേഷം സ്റ്റേഷനിലെത്തി കീഴടങ്ങി. ചോദ്യം ചെയ്യലിനിടെ തനിക്ക് മാനസിക അസ്വസ്ഥതകൾ ഉണ്ടെന്ന് പ്രതി വെളിപ്പെടുത്തി. അഫാൻ പെൺസുഹൃത്തിനെ വീട്ടിൽ കൊണ്ടുവന്നിരുന്നുവെന്നും പിന്നാലെ വൈകിട്ടോടെ വീട്ടിൽ ചില പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ദൃക്സാക്ഷി പറയുന്നു. പെൺസുഹൃത്തിനെയും പ്രതിയുടെ അമ്മയെയും സഹോദരനെയുമാണ് ആദ്യം വെട്ടിയത്. ശേഷം പ്രതി പിതാവിന്റെ സഹോദരനെയും ഭാര്യയെയും വീട്ടിലെത്തി വെട്ടുകയായിരുന്നു. പിന്നീടാണ് അച്ഛന്റെ അമ്മയെ പാങ്ങോട്ടെ വീട്ടിലെത്തി വെട്ടിയത് എന്നാണ് വിവരം. അഫാന്റെ അച്ഛൻ വിദേശത്താണ്. പിതാവിനൊപ്പം വിദേശത്തായിരുന്നു അഫാനും കുടുംബവും. ഈ അടുത്താണ് നാട്ടിലെത്തിയത്. അഫാനും അമ്മയും സഹോദരനും മാത്രമാണ് വീട്ടിൽ താമസമുണ്ടായിരുന്നത്. വിദേശത്തെ സ്പെയർ പാർട്സ് കട പൊളിഞ്ഞ വലിയ സാമ്പത്തിക ബാധ്യത താങ്ങാനാവാതെയെന്ന് മൊഴി. നാട്ടിലടക്കം പലരിൽ നിന്നായി വൻ തുക കടം വാങ്ങിയിട്ടുണ്ടെന്ന് പ്രതി പോലീസിന് മൊഴി നൽകി. കടബാധ്യത കാരണം ജീവിക്കാൻ കഴിയില്ലെന്ന് തോന്നിയപ്പോഴാണ് എല്ലാവരെയും കൊന്ന് ജീവിതം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും താൻ മരിച്ചാൽ കാമുകി തനിച്ചാകുമെന്ന് കരുതിയാണ് കാമുകിയെ വീട്ടിൽ നിന്ന് വിളിച്ചുകൊണ്ട് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവന്ന് വെട്ടിക്കൊലപ്പെടുത്തിയതെന്ന് പോലീസിനോട് പ്രതി പറഞ്ഞു. എലിവിഷം കഴിച്ചെന്ന് പറഞ്ഞ പ്രതിയെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പിതാവിന്റെ കൂടെ വിദേശത്തായിരുന്നു പ്രതി. വിസിറ്റിംഗ് വിസയിൽ വിദേശത്ത് പോയി തിരിച്ചു വന്നതാണ്. അമ്മ ഷമീന ക്യാൻസർ രോഗത്തിന് ചികിത്സയിലാണ്. വെഞ്ഞാറമൂട് സ്കൂളിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കൊല്ലപ്പെട്ട അനുജൻ അക്സാൻ. റിട്ടയർഡ് CRPF ഉദ്യോഗസ്ഥനാണ് കൊല്ലപ്പെട്ട ലത്തീഫ്. അമ്മയൊഴികെ മറ്റുള്ളവരുടെയെല്ലാം മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ മുതൽ തുടങ്ങിയ കൊലപാതക പരമ്പരയാണിതെന്നാണ് പോലീസ് പറയുന്നത്.